Hi viewers, today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University and myself Mary Netto, Assistant Professor, Department of Management, Don Bosco College, Kottayam. Today we are discussing the topic that the measures can be taken to avoid dispute. Last class we already discussed some points regarding this topic, that is modern standing order, code of industrial discipline and the grievance procedure. So today we are discussing the topic collective bargaining. Let's see what is collective bargaining. So, collective bargaining is a process in which the representatives of the employer and of the employee meet and attempt to negotiate a contract governing the employer-employee union relationship. But the word collective എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, collective bargaining involved discussion and negotiation between two groups and to term and conditions of employment. So it is called collective ഇല്ലേ. collective എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ. ഇൻ collective bargaining എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ ഈ ടു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഒരു എംപ്ലോയറും ഒരു എംപ്ലോയി. ബിക്കോസ് ബോത്ത് ഓഫ് ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി ആക്ട് as എ ഗ്രൂപ്പ് rather than an individual. So it is known as ബാർഗെയിനിങ്. അപ്പോൾ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എംപ്ലോയറും എംപ്ലോയിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ വേണ്ടിയിട്ട്, എന്തിനാണ്? അതിൻ്റെ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ജൂസിയസ്, collective bargaining refers to a process by which employer on the one hand and the representative of employee on the other attempt to arrive at agreement covering the conditions under which employees will contribute and be compensated for their services. അപ്പോൾ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഇല്ലേ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരടങ്ങുന്ന ഒരു പ്രോസസ്സ്, അതായത് ഡിസ്കഷനോ ചർച്ചയോ നടക്കുന്നു. ഒരു ഭാഗത്ത് ആരുണ്ട്? എംപ്ലോയർ, മറുഭാഗത്ത് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? ദേ ആർ കവറിങ് സം കണ്ടീഷൻസ് ഇല്ലേ, അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതായത് എംപ്ലോയീസ് തൻ്റെ സർവീസസിന് കറക്റ്റായിട്ട് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷന് അവർ കറക്റ്റായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ചർച്ച ചെയ്യുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. So it is known as bargaining because the method of reaching an agreement involves proposal and counter proposal, offer and counter offers. അപ്പോൾ ഈ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇതിനകത്ത് ചില പ്രപ്പോസൽസ്, ചിലപ്പോൾ ട്രേഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് ഒരു പ്രപ്പോസൽ വയ്ക്കും, ഞങ്ങൾക്ക് അടുത്ത മാസം മുതൽ അല്ലെ പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടണം. അപ്പോൾ അതിനൊരു കൗണ്ടർ പ്രപ്പോസൽ ആര് വയ്ക്കും? എംപ്ലോയർ പറയില്ല ഇത്ര ശതമാനം എന്നുള്ളത് അവർ ചിലപ്പോൾ അത് വെട്ടിച്ചുരുക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് അവർ പറയുന്നത് എന്താണ്? ചില ഓഫേഴ്സും കൗണ്ടർ ഓഫർ, അതുപോലെ എംപ്ലോയർ കൊടുക്കുന്ന ചില ഓഫർ ആകാം, ചിലപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എംപ്ലോയി വേറൊരു ഓഫർ പറയും. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്, കൂട്ടത്തോടെയുള്ള വിലപേശൽ എന്ന് പറയാം. So in this process, generally it consists of 4 types of activities, that is distributive bargaining, integrative bargaining, then attitudinal structuring and intra organizational bargaining. അപ്പോൾ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്കഷൻ ആൻഡ് നെഗോസിയേഷൻ ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്, ദാറ്റ് is employer and employee, and they are compensating for the terms and conditions of employment. Clear with the point? Next is, there's 4 types of collective bargaining. The 4 types are distributive bargaining, integrative bargaining, attitudinal structuring, and the 4th is intra organizational bargaining. So the first is distributive bargaining. ഇത് ആ വാക്കിൽ തന്നെ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ, വീതിച്ചു കൊടുക്കുക. So in this it involves handling over the distribution of surplus. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഗനൈസേഷനിലെ സർപ്ലസിനെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതായത് പ്രോഫിറ്റിനെ എംപ്ലോയീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അണ്ടർ ഇറ്റ് ദ എക്കണോമിക് ഇഷ്യൂസ് ലൈക്ക്
wages, salaries, bonus are discussed. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞൊരു നെഗോസിയേഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ അവർ ചർച്ച ചെയ്യുന്ന എന്തൊക്കെയായിരിക്കാം? ഒന്നീ വേജസ് ആവാം, അല്ലെങ്കിൽ സാലറിയെ പറ്റിയാവാം, അല്ലെങ്കിൽ ബോണസിനെ പറ്റിയായിരിക്കാം. So in this type of bargaining, one party gain, another party lose. അപ്പോൾ ഈ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പാർട്ടിക്ക് മാത്രമേ അവിടെ നേട്ടം ഉണ്ടാവും, മറ്റേ പാർട്ടി വിട്ടുകൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ എംപ്ലോയി പറയുകയാണ്, നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ 2% ഞങ്ങൾക്ക് ശമ്പളമായി തരണം, അല്ലെങ്കിൽ ബോണസിനകത്ത് അത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആ ഡിമാൻഡ് എംപ്ലോയർ അംഗീകരിക്കുകയാണെങ്കിൽ എംപ്ലോയി പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തു, അവർക്ക് ഗെയിനും എംപ്ലോയർക്ക് ലോസുമാണ്. ഇനി അതുപോലെ തന്നെ തിരിച്ചെന്താണ്? എംപ്ലോയർ പറയുന്നത് എംപ്ലോയി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗം ജയിക്കുകയും ഒരു ഭാഗം തോൽക്കുകയും ചെയ്യുന്നു. The next is integrative bargaining. So this involves negotiation of an issue on which both parties may gain or at least neither party loses. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവിൽ നമ്മൾ പറഞ്ഞു ഒരാൾ ജയിക്കും ഒരാൾക്ക് തോൽക്കും. പക്ഷേ ഇൻ്റഗ്രേറ്റീവ് ബാർഗൈനിങ്ങിൽ എന്താണ്? ഒന്നീ നെയ്തർ പാർട്ടി ലൂസേഴ്സ് അല്ലെങ്കിൽ ബോത്ത് പാർട്ടി ഗെയിൻ. അപ്പോൾ ഒന്നീ ജയിക്കുവാണെങ്കിൽ രണ്ട് പാർട്ടിക്കും, അതായത് സജഷൻസ് രണ്ടുപേർക്കും ഒരുപോലെ, അല്ലെങ്കിൽ എന്താണ്? രണ്ടുപേർക്കും ഒരുപോലെ നഷ്ടം, അതായത് എംപ്ലോയറും എംപ്ലോയിക്കും. സോ എക്സാമ്പിൾ, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി may bargain over a better training program or a better job evaluation system. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? രണ്ട് കൂട്ടർ ഒരുപോലെ പറയാണ്, ഞങ്ങൾക്ക് എംപ്ലോയർ പറയുന്നു ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാം, അപ്പോൾ എംപ്ലോയും പറയുന്നു അത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജോലിയിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജോബ് ഇവാലുവേഷൻ സിസ്റ്റം വേണം. അപ്പോൾ രണ്ട് കൂട്ടരും പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ പോസിറ്റീവോട് കൂടിയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ബോത്ത് പാർട്ടി may gain or at least neither party loses. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ബാർഗൈനിങ്ങിൽ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് attitudinal structuring. It involves shaping and reshaping some attitudes like trust or distrust, friendliness, അല്ലെങ്കിൽ hostility between labor and management. So when there is a backlog of bitterness between both the parties, attitudinal structuring is required to maintain smooth and harmonious industrial relation. ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഒരു ആറ്റിറ്റ്യൂഡിനൽ സ്ട്രക്ചറിങ്, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് രൂപപ്പെടുത്തി എടുക്കുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് അല്ലെങ്കിൽ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിന് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ ട്രസ്റ്റ് അല്ലെ, വിശ്വാസം അല്ലെ വിശ്വാസം ഇല്ലായ്മ, അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ്, അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജർ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തൊരു വ്യത്യാസങ്ങൾ, അപ്പം എന്തെങ്കിലും ഒരു ബിറ്റർനെസ് ആരൊക്കെ തമ്മിലാണ്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം? അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ വീണ്ടും റീമോൾഡ് ചെയ്യുന്നത്? നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് റണ്ണിങ് അല്ലെങ്കിൽ ഹാർമോണിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ഇൻട്രാ ഓർഗനൈസേഷണൽ ബാർഗൈനിങ്. So this is a type of maneuvering to achieve consensus with the worker and the management. So even within the union there may be difference between different groups. അറിയാലോ, ഒരു ഇൻട്രാ ഓർഗനൈസേഷണൽ ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ എന്താണ്? യൂണിയൻസ് തമ്മിലോ അല്ലെങ്കിൽ പല ഗ്രൂപ്പ്സുകൾ തമ്മിലോ എന്താണ്? പരസ്പരം ചേർച്ചയില്ലാത്തൊരു സിറ്റുവേഷൻ. So for instance, skilled worker may feel that they are neglected, അല്ലെങ്കിൽ വിമൻ വർക്കർ ഫീൽ ദാറ്റ് ദെയർ ഇൻട്രസ്റ്റ് ആർ നോട്ട് ലുക്ക്ഡ് ആഫ്റ്റർ പ്രോപ്പർലി. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഒരു സ്കിൽഡ് വർക്കർ ചിന്തിക്കുകയാണ്, ഇല്ലേ, ഞങ്ങളെ അവർ അവഗണിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ അവർ മാനിക്കുന്നില്ല. ഇനി ഒരു വിമൻ വർക്കർ ആണെങ്കിൽ അവർ പറയുന്നത് എന്താണ്? അവിടെ ഒരു ഡിസ്ക്രിഷൻ അല്ലേ, മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ഡിസ്ക്രിഷൻ ഉണ്ട് എന്ന് അവർ പറയുന്നു. So within the management also there will be differences. That is, marketing manager may urge the union to stop strike and produce to protect the interest of customer. But on the other hand, the finance manager may oppose increase in wages on the ground that it will spoil the company's financial position. അപ്പോൾ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെയുള്ള ചില തർക്കങ്ങളില്ലേ, അതായത് മാർക്കറ്റിംഗ് മാനേജർ പറയുന്നത് എന്താണ്? ഒരു സ്ട്രൈക്ക് ഉണ്ടായാൽ ആ സ്ട്രൈക്ക് നിർത്തി കൂടുതൽ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ നമ്മൾ അവർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കണം. ഇനി മറിച്ച് ഫിനാൻസ് മാനേജർ പറയുന്നത് എന്താണ്? ഒരു വേജസ് കൂട്ടുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കമ്പനിയിൽ ഇടയ്ക്കിടയ്ക്കുള്ള വേജസിൻ്റെ ഉയർത്തലെന്ന് പറയുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ തന്നെ ബാധിക്കും. അപ്പം ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെയുള്ള ചില പ്രോബ്ലംസിനെയാണ് നമ്മൾ intra-organizational bargaining. Upon there are 4 types of collective bargaining, that is distributive bargaining. It deals with wages, salary, bonus
etc. Integrative bargaining means that neither party gain, or both the party may gain, or neither party loses. And attitudinal structuring means some attitudes like trust or distrust, or friendliness, or a hostility between labor and management, that is shaping and reshaping these attitudes. And the fourth is intra-organizational bargaining. And the next topic is objectives of collective bargaining. So the main objectives of collective bargaining are, first is to maintain the cordial relation between the employer and the employee. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാമല്ലേ, ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ശരിക്കുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബാർഗെയിനിങ്ങിലൂടെ, അതായത് എംപ്ലോയറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിളിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എംപ്ലോയീസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അവരും ഈ പറഞ്ഞ പോലെ ട്രേഡ് യൂണിയൻ വഴി മാനേജ്മെൻറ്റിനെ അറിയിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ രണ്ട് കൂട്ടരും ഒരുപോലെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ദർ ഇസ് എ ഹാർമോണിയസ് റിലേഷൻ അല്ലെങ്കിൽ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് business is very easy. So second is to protect the interest of workers through collective action and by preventing unilateral action on the part of employer, and also all employees are treated on equal footings. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഒരു കളക്റ്റീവ് ആക്ഷനിലൂടെ, അതായത് വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ നമുക്ക് ഈ കൂട്ടത്തോടെയുള്ള ഈ പ്രവർത്തനം വഴി എന്താണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അപ്പോൾ ഒരു എംപ്ലോയർ എന്ന് പറഞ്ഞ യൂണിലാറ്ററൽ ആക്ഷൻ, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടെ എല്ലാം, ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ എംപ്ലോയർ പോകാതെ എല്ലാ കാര്യങ്ങളും എംപ്ലോയീസുമായിട്ട് അല്ലെങ്കിൽ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് ചർച്ച ചെയ്ത് എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊരു ഫീൽ അവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് ഒരു എംപ്ലോയിക്ക് വേണ്ടി ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അവർ ട്രീറ്റ് ചെയ്യുന്നു എന്നൊരു ഫീല് എംപ്ലോയീസിനുണ്ടാവും. സോ ദ തേർഡ് ഇസ് ടു എൻഷുർ ദാറ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഇൻ ഇൻഡസ്ട്രി. അതോടൊപ്പം ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ പ്രൊസീജിയർ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ട്രേഡ് യൂണിയൻ ഒന്ന് ഇഫക്റ്റീവ് ആകുക. അപ്പം കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ നമ്മൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ ഒരിക്കലും എംപ്ലോയീസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരികയല്ല, പകരം എന്താണ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ട്രേഡ് യൂണിയന് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാൻ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് സഹായിക്കുന്നു. And the fourth is to avoid the need for government intervention, as a collective bargaining is a voluntary process. അപ്പം ഇങ്ങനൊരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് കുറയുമെന്നല്ല, ഇല്ലാതെ തന്നെ വരും. കാരണം എന്താണ്, ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും പുറത്തേക്ക് പോകത്തില്ല. കാരണം എംപ്ലോയും കൂടെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഗവൺമെൻറ് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇടപെടേണ്ട, പകരം ഇവർ തമ്മിൽ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ടു പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഡെമോക്രസി, അല്ലെങ്കിൽ ജനങ്ങളോടുകൂടി തന്നെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകാനായിട്ട്, അതായത് വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ വർക്കേഴ്സ് തന്നെ പറയുന്നു, അത് ചർച്ച ചെയ്യുന്നു, അവർ തീരുമാനിക്കുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. ദാറ്റ് ഈസ്, ഫസ്റ്റ് വി സേ ദാറ്റ് to maintain a cordial relationship between employer and employer, and second is employees are treated on equal footings, and the third is participation of trade union is essential, and the fourth is avoid the third party intervention, that is the government intervention in the industry, and the last is promote industrial democracy. So I hope you have understood the collective bargaining, that is the meaning of collective bargaining and the definition, and the different types of collective bargaining, that is distributive bargaining, integrative bargaining, attitudinal structuring, and intra organizational bargaining, and the last is objectives of bargaining. So this is the end of today's session.